ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ പദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നേ? കൊച്ചനുജൻ. ആരെഴുതിയിട്ടുണ്ടായിരുന്നത്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ അല്ലേ? അപ്പം ഏത് ഭാഗം മാം നിർത്തിയിട്ടുണ്ടായിരുന്നത്? ചേച്ചീനെ പെണ്ണ് കാണാൻ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്, അവർ മടങ്ങിപ്പോയി. അപ്പോൾ കുട്ടി ആളൊഴിഞ്ഞ് അന്തി വിളക്ക് വെച്ചു അല്ലേ? എല്ലാവരും വന്നവരെല്ലാം പിരിഞ്ഞു പോയി. അന്തിയായ സമയം, സന്ധ്യാസമയമായി, വിളക്കൊക്കെ വെച്ചു. കുട്ടി പഠിക്കാനിരുന്നു. അപ്പോൾ അകത്തെ മുറിയിൽ ആരുമില്ല. വടക്കിനി മൂലയിൽ തന്നെ വടക്ക് ഭാഗത്തെ മുറിയിൽ കുറച്ച് ആരൊക്കെയോ കൂടിയിട്ടുണ്ട് അല്ലേ? ആരൊക്കെയാ? ആ വീട്ടിലുള്ള ആളുകളെല്ലാം മുറിയിൽ കൂടിയിട്ടുണ്ട്. അവിടെ ചില ഭയങ്കര സംസാരങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലേ? തേങ്ങി കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, ചിരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കുട്ടി അങ്ങോട്ട് എത്തി. കുട്ടിക്ക് അവിടെ നടക്കുന്നതൊന്നും എന്താ പറയുന്നതെന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാനറിയാതുള്ള ഭാഷാമുരളുന്ന തേനീച്ചക്കൂടാണ് അതെന്നു തോന്നി അല്ലേ? കുട്ടിക്ക് അവർ പറയുന്നതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമോ അറിവോ ഒന്നും ആയിട്ടില്ല. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. നീ എന്നരികിലിരുന്നു രാവിൽ, നീ മന്ദമന്ദം പുറന്തലോടി, നീണ്ട നെടുവീർപ്പു കൊണ്ടുറക്കിയിട്ടു ഞാൻ കണ്ടു കനത്ത കിനാവനേകം. എന്നെന്താ, അന്ന് രാത്രിയായി, എല്ലാവരും ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ചേച്ചിയുടെ കൂടെയാണ് അനിയൻ കിടന്നുറങ്ങുക എന്നും. അപ്പോൾ അന്നത്തെ ദിവസം രാത്രി എന്താ ചേച്ചി ചെയ്തേ? ഈ അനിയൻ്റെ പുറത്ത് ഇങ്ങനെ മന്ദമന്ദം തലോടി എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ തലോടി കൊടുത്തു. എന്നിട്ട് എന്താ ചെയ്തേ? നീണ്ട നെടുവീർപ്പ്. ഇടയ്ക്കിടയ്ക്ക് ചേച്ചി ഇങ്ങനെ നമ്മളിങ്ങനെ നെടുവീർപ്പിടില്ലേ? എപ്പോഴാണ് നെടുവീർപ്പിടുക? സങ്കടം വരുമ്പോഴാണ് നെടുവീർപ്പിടുക. അപ്പോൾ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെടുവീർപ്പിടുന്നുണ്ട്. അപ്പോൾ കുട്ടിക്ക് എന്തോ മനസ്സിലായി, ചേച്ചിക്ക് എന്തോ നല്ല ടെൻഷൻ ഉണ്ട്, വിഷമമുണ്ട് എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലായി. ഇത് ഇങ്ങനെ ആലോചിച്ചിട്ട് ആ കുട്ടി കിടന്നുറങ്ങി. നമുക്കും അങ്ങനെയല്ലേ? നമ്മൾ ഉറങ്ങാൻ നേരത്ത് ചീത്ത എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് കിടന്നാൽ നമ്മൾ അന്നത്തെ ദിവസം രാത്രി പേടിക്കുന്ന സ്വപ്നങ്ങളൊക്കെ കാണില്ലേ? അതേപോലെ തന്നെ ഈ ചേച്ചിയുടെ സങ്കടം കണ്ടിട്ടാണ് ഈ കുട്ടി കിടന്നുറങ്ങിയത്. അപ്പോൾ നോക്കൂ, കണ്ടു കനത്ത കിനാവനേകം എന്ന് പറഞ്ഞാൽ എന്താ? കിനാവ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വപ്നാണ് അല്ലേ? അപ്പോൾ കനത്ത കിനാവാണ് അന്നത്തെ രാത്രി ഈ ചേച്ചിയുടെ സങ്കടമൊക്കെ കണ്ടിട്ട് അനിയൻ കിടന്നുറങ്ങിയത്. അപ്പോൾ ആ രാത്രി ഈ അനിയൻ എന്താ കണ്ടത്? പേടിപ്പിക്കുന്നതോ സങ്കടപ്പെടുത്തുന്നതോ എന്തൊക്കെയോ കുറെ സ്വപ്നങ്ങൾ അനിയൻ കണ്ടു. പോവുകയാണു നീ വേറെ എങ്ങോ, പൊന്നനുജാതനെ കൂട്ടിടാതെ, പാവയും പീലിയും ചേച്ചിയെ കാണാതെ, പാവം കരയുകിലെന്തു ചെയ്യും. അപ്പോൾ അനിയനൊരു കാര്യം മനസ്സിലായി. ചേച്ചി എങ്ങോട്ടോ പോവാണ്, എന്നെ വിട്ട് എങ്ങോട്ടോ ചേച്ചി പോവുക. അപ്പോൾ ആ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ മുമ്പത്തെ ക്ലാസ്സിൽ? എന്തൊക്കെയായിരുന്നു ചേച്ചിക്ക് ഇഷ്ടമുണ്ടായിരുന്ന സാധനങ്ങൾ? പാവ, മയിൽപ്പീലി, പളുങ്കുമാല, അങ്ങനെ അല്ലേ? ഇതൊക്കെ വിട്ടിട്ട് ചേച്ചി എങ്ങോട്ടോ, ഇത് മാത്രമല്ല എന്നെയും വിട്ട് ചേച്ചി എങ്ങോട്ടോ പോവുകയാണ്. അപ്പോൾ ഇവരൊക്കെ ഈ പാവയൊക്കെ ചേച്ചിയെ കാണാണ്ട് ഉറക്കെ കരയും. അപ്പം ഞാൻ എന്താ ചെയ്യുക? എനിക്ക് എങ്ങനെ ഞാൻ അവരെ ആശ്വസിപ്പിക്കുക? ചേച്ചിയെ കാണാതെ ഈ പാവയും പീലിയും കരയുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? ആ അനിയൻ്റെ സങ്കടം നോക്കൂ നിങ്ങൾ. ഞാനിനി താനെ കുളിച്ചു കൊള്ളാം, ഞാനിനി താനെ കിടന്നുറങ്ങാം, ആവില്ലാതൊന്നുമെന്നായവയെ കൊണ്ടുപോവുകയാവും കുറച്ചു ഭേദം. അപ്പോൾ അനിയനെന്താ മുമ്പൊക്കെ ചേച്ചി ഒന്ന് കുളിപ്പിച്ചു കൊടുക്കുക, ചേച്ചിയുടെ കൂടെ കിടന്നുറങ്ങുക, എല്ലാ കാര്യങ്ങളും ചേച്ചിയല്ലേ ചെയ്തു കൊടുത്തിരുന്നേ. ഇനിയൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം, ഞാനിനി താനെ കുളിച്ചു കൊള്ളാം, ഇനിയൊക്കെ ഞാൻ തന്നെ ചെയ്ത് പഠിക്കണം, ഞാനിനി താനെ കിടന്നുറങ്ങാം. ഇനി എൻ്റെ കൂടെ കിടന്നുറങ്ങാൻ ആരും ഉണ്ടാവില്ല, എന്നെ കുളിപ്പിച്ച് തരാനും ഇനി ആരും ഉണ്ടാവില്ല, ആവില്ലാതൊന്നും എന്നായവയെ കൊണ്ടു പോവുകയാവും കുറച്ചു പേരിന്. ഇങ്ങനെയൊക്കെ എന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പറ്റുള്ളൂ. വേറെ ഒന്നും ചേച്ചീനെ അങ്ങനെ ഒന്നിനും കിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനെല്ലാം ചെയ്ത് തുടങ്ങണം, അല്ലാണ്ട് ഇനി ഒന്നും സാധിക്കില്ല എന്ന് അനിയന് മനസ്സിലാവുകയാണ്. നീ നട്ടു ചെന്തളിർ മുറ്റി നിൽക്കും, തൂമുല്ലയുണ്ടിളം മൊട്ടിടുന്നു, ആഴത്തിലിത്രയും താണിറങ്ങിപ്പോയ വേരിനി
പറിക്കും. അപ്പോൾ ചേച്ചി വീടിൻ്റെ മുറ്റത്ത് നല്ലൊരു മുല്ലയുടെ ചെടി നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു. എന്നും ചേച്ചി അതിനെ നോക്കി ഇങ്ങനെ വെള്ളമൊഴിക്കും, വളമിട്ട് കൊടുക്കും. അത്രയും സ്നേഹിച്ചിട്ടാണ് ചേച്ചി അതിനെ നോക്കുന്നത്. എന്താ പൂവുണ്ടാവുമല്ലോ, പെൺകുട്ടികൾക്ക് പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പൊട്ടിച്ച് തലയിൽ വെക്കാം. അപ്പോൾ ചേച്ചി അതിനു വേണ്ടി തന്നെയാണ് മുല്ലച്ചെടി വളർത്തിയിട്ടുണ്ടായിരുന്നത്. ആ മുല്ലച്ചെടി എന്താ ഇതാ തൂമുല്ലയുണ്ടിളം മൊട്ടിടുന്നു. നല്ല ചേച്ചി മുല്ലച്ചെടി നന്നായി വളർന്ന് അതിൽ നല്ല നല്ല ഇളം മൊട്ടുകൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ആ മുല്ലയുടെ വേരോ എങ്ങനെയാ മണ്ണിലിങ്ങനെ ആഴത്തിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇല്ലേ? ചെടികളുടെ വേര് ആഴത്തിൽ ഇറങ്ങിപ്പോവില്ലേ മണ്ണില്? അപ്പോൾ ആ മുല്ലയുടെ ചേച്ചിക്ക് പോകുമ്പോൾ ആ വേര് മുല്ലച്ചെടി എങ്ങനെയാ ചേച്ചി പറിച്ചു കൊണ്ടുപോകാൻ ചേച്ചിക്ക് സാധിക്കുക? അതിൻ്റെ വേര് ഒരുപാട് മണ്ണിലേക്ക് ആഴത്തിൽ ഇറങ്ങിപ്പോയിട്ടുണ്ടാവില്ലേ? അപ്പോൾ ചേച്ചിക്ക് എങ്ങനെയാ മുല്ലച്ചെടി പറിച്ചു കൊണ്ടുപോകാൻ സാധിക്കുക? മാം മുമ്പത്തെ ക്ലാസ്സിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്നേഹത്തിൻ്റെ വേരുണ്ടാവും എന്ന് പറഞ്ഞില്ലേ? അതുപോലെ അനിയൻ ചോദിക്കുന്നത് എന്താ, എന്നെയും വിട്ടിട്ട് ചേച്ചിക്ക് ഇത്രയും ആഴത്തിലുള്ള ആ സ്നേഹബന്ധമാണ് ചേച്ചി അനിയനും തമ്മിൽ. ആ എന്നെ വിട്ടിട്ട് എങ്ങനെയാ ചേച്ചിക്ക് വേറൊരു വീട്ടിലേക്ക് പോകാൻ സാധിക്കുക? നമ്മുടെ പദ്യം കഴിഞ്ഞു. നല്ല കവിത, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇതേ ഈണത്തിൽ എല്ലാവരും പാടി നോക്കണം. യൂട്യൂബ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ശ്രദ്ധിച്ച് കേൾക്കണം. 8 വരി പദ്യം മനപ്പാഠം പഠിക്കാനുള്ളതാണ്, കാണാതെ എഴുതി പഠിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.